തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുക്കുന്നു. വരാഹ ഏജൻസി കോർഡിനേറ്റർ അഭിജിത്തിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എന്താണ് വിശദാംശങ്ങൾ? ലക്ഷ്മി, 20/4/2024 തൃശൂർ പൂരം നടന്നത്. അതായത് 2024 മാർച്ച് മാസം 20-ന് അന്ന് അർദ്ധരാത്രി ഉണ്ടായ പൂരം വിവാദവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പൂരം അലങ്കോലപ്പെട്ടു, വെടിക്കെട്ട് നീണ്ടുപോയി. ഇതേ തുടർന്ന് ഏറെ നേരം തർക്കങ്ങളുണ്ടായി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവും മന്ത്രിമാരും അന്നത്തെ ലോക്സഭാ സ്ഥാനാർത്ഥികളുമെല്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടു, ചർച്ചകളിൽ ഇടപെട്ടു. ഇതിനിടയിൽ മണ്ണൂത്തിയിലെ വീട്ടിൽ നിന്നും സുരേഷ് ഗോപി ആംബുലൻസ് മുഖേന തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് വലിയ വിവാദവുമായിരുന്നു. പൂരം കലക്കൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നും LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അടക്കമുള്ളവരും കോൺഗ്രസ് നേതാവായിട്ടുള്ള അന്നത്തെ സ്ഥാനാർത്ഥി കൂടിയായിട്ടിരുന്ന K മുരളീധരനും അടക്കം ആരോപണങ്ങൾ ഉയർത്തി. ഇതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ADGP അജിത് കുമാറിന്റെ അന്വേഷണവും നടന്നു. ഇത്തരത്തിൽ ഗൂഢാലോചനയും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പങ്കുമെല്ലാം വിവരിച്ചുകൊണ്ടുള്ള വിവരങ്ങളെല്ലാം നമുക്കറിയാം. ഇതിനിടയിൽ സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രയും വിവാദമായിരുന്നു. ഈ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു ആംബുലൻസ് യാത്ര നടത്തിയതെന്നും അതിൽ സുരേഷ് ഗോപിയെ ബോധപൂർവം ഇവിടേക്ക് എത്തിക്കാൻ ചില നീക്കങ്ങൾ നടന്നതായും ഒക്കെ ആരോപണങ്ങൾ ഉണ്ടായി. അതിന്റെ മുകളിൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയ്ക്കെതിരെ നിരവധി പരാതികൾ, അതായത് CPIയുടെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള സുമേഷ് അടക്കമുള്ള ആളുകൾ പരാതി നൽകിയിരുന്നു. സ്വകാര്യ അന്യായങ്ങളായി ഹൈക്കോടതിയിൽ പരാതി പോയി. ഇത്തരത്തിൻ്റെ എല്ലാം പരാതികളുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഭിജിത്ത് നായരെ, ഇടുക്കി സ്വദേശിയാണ്, വരാഹി എന്നുള്ള PR ഏജൻസിയുടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വരാഹിയുടെ കോർഡിനേറ്റർ കൂടിയാണ് ഇടുക്കി സ്വദേശിയായ അഭിജിത്തിനെയാണ് ഇപ്പോൾ മൊഴിയെടുക്കാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അഭിജിത്തിന്റെ മൊഴി ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുകയാണ്. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കെ പോലീസ് ഇത്തരത്തിൽ ഇതിനോട് യോജിക്കുന്ന വിധമാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. മണ്ണൂത്തിയിൽ അന്ന് ഈ പൂരം വിവാദം നടക്കുന്ന സമയങ്ങളിൽ മണ്ണൂത്തിയിലെ വീട്ടിലായിരുന്ന സുരേഷ് ഗോപിയെ ആംബുലൻസ് മുഖേന ഇവിടെ എത്തിച്ചത് അഭിജിത്താണ് എന്നുള്ളതാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫോണിൽ വിളിച്ച് പിന്നീട് ആംബുലൻസിൽ എത്തിച്ചു എന്നുള്ളതാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ആക്ട് പ്രകാരവും IPC പ്രകാരവും ഒക്കെ സുരേഷ് ഗോപിക്കും അടക്കമുള്ള പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അഭിജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ സുരേഷ് ഗോപിയെ നേരിട്ട് കേസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കാണിക്കാൻ കൂടിയാണ് പോലീസിന്റെ ഇപ്പോഴുള്ള ഒരു നീക്കം. ലക്ഷ്മി, തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ.